ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷിപ്പിംഗ് സെക്ടറുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകൾ ബാധിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ആദ്യം നമുക്ക് ഇന്നത്തെ മാർക്കറ്റിനെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സെൻസെക്സ് നിഫ്റ്റി ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 46 പോയിന്റ് താഴ്ന്ന് 80,242 നിഫ്റ്റി 1.75 പോയിന്റ് താഴ്ന്ന് 24,334 ക്ലോസ് ചെയ്തത്. ഇന്ത്യ വിക്സ് 5% ജമ്പ് ചെയ്തിട്ടുണ്ട്. അത് മിക്കവാറും ഈ ഒരു ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഫിയർ കൊണ്ടായിരിക്കാം. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പും ഡൗൺ ആയിരുന്നു. മിഡ് ക്യാപ്പ് 0.7%, സ്മോൾ ക്യാപ്പ് 1.7% ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. $US വീക്ക് ആയതുകൊണ്ട് തന്നെ FIs നല്ല രീതിയിൽ ഇന്ത്യയിലേക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റിയിട്ടുണ്ട്. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഏപ്രിലിൽ ഈ ഒരു അപ്പ് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റിയതും. ഇന്നത്തെ സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ ഫാർമ സെക്ടർ 0.6% അപ്പായിരുന്നു. ഓയിൽ ആൻഡ് ഗ്യാസ് 0.4% അപ്പായിരുന്നു. ഇനി ലോസസ് നോക്കുകയാണെങ്കിൽ PSU ബാങ്ക് 2% ഡൗൺ ആയിരുന്നു. കൂടാതെ IT, മെറ്റൽ, നിഫ്റ്റി ബാങ്ക് തുടങ്ങിയ സെക്ടറുകളെല്ലാം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സിൽ വരുന്നത് HDFC ലൈഫ്, മാരുതി സുസുക്കി, ഭാരതി എയർടെൽ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ടോപ്പ് ലോസസിൽ ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർവ്, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ബജാജ് ഫിനാൻസിൻ്റെ റിസൾട്ട് ഇന്നലെ വന്നിരുന്നു. അതിനെക്കുറിച്ച് നമ്മുടെ വീഡിയോയിൽ അവസാനം സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ വെറും 631 സ്റ്റോക്കുകൾ മാത്രമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. 2228 സ്റ്റോക്കുകളും നെഗറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി നാളെ Q4 റിസൾട്ട് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ BSE ലിസ്റ്റായി 7 കമ്പനികളാണ് നാളെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അവ നോവുക്കോ വിസ്റ്റാസ് കോർപ്പറേഷൻ, ജയപ്രകാശ് പവർ വെഞ്ചേഴ്സ്, പോഷക്, 5 പൈസ ക്യാപിറ്റൽ, SIS, ഫോർക്കിംഗ് ഇന്ത്യ, മദായ് ഇൻഫ്രാ പ്രോജക്ട്സ് തുടങ്ങിയ കമ്പനികളാണ്. ഇനി നാളെ മഹാരാഷ്ട്ര ഡേയോടനുബന്ധിച്ച് മാർക്കറ്റ് അവധിയാണ്. അപ്പോൾ ഇനി നമുക്ക് മറ്റു അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മറന്നുപോയ ചെറിയൊരു കാര്യം ഓർമ്മിപ്പിച്ച ശേഷം മുമ്പോട്ട് പോകാം. നിങ്ങൾ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങളത് സഹായിക്കും. അതുകൂടാതെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മതി. ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ് ഷിപ്പിംഗ് സെക്ടറുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയുടെ എക്സ്പെൻഡിച്ചർ ആൻഡ് ഫിനാൻസ് കമ്മിറ്റി 25,000 കോടിയുടെ ഒരു മാരിടൈം ഡെവലപ്മെൻറ്റ് ഫണ്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഷിപ്പ് ബിൽഡിംഗ് സെക്ടറിന് ഒരു ബൂസ്റ്റ് തന്നെയായിരിക്കും ഈ ഒരു ഫണ്ട്. 2025-26 ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നൊരു ഫണ്ടാണിത്. ഇതിന് ഫൈനൽ ക്യാബിനറ്റ് അപ്രൂവൽ കിട്ടാനുണ്ട്. അതുകൂടി ലഭിച്ചു കഴിഞ്ഞാൽ Q2 FY26ഓടെ ഈ ഒരു ഫണ്ട് ഈ ഒരു സെക്ടറിലേക്ക് വന്നു തുടങ്ങും. ഇതിൻ്റെ 49% ഏകദേശം 12,250 കോടിയും സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും വഹിക്കുന്നത്. ബാക്കി വരുന്നതിൽ 15 മുതൽ 20% വരെ പ്രധാനപ്പെട്ട പോർട്ടുകൾ വഹിക്കും. പിന്നെ മറ്റു ഗവൺമെൻറ് എൻറ്റിറ്റീസ്, പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗ്ലോബൽ ഫണ്ട് തുടങ്ങിയവയായിരിക്കും ബാക്കി വരുന്ന ഭാഗം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ ഫണ്ട് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഫിനാൻസിങ് ആണ്, അതായത് ലോണുകളാണ്. പിന്നെ ഇക്വിറ്റി, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്, അതുകൂടാതെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് അതുപോലുള്ള മറ്റ് ഫണ്ടിങ്ങുകളും ഈ ഒരു ഫണ്ട് ഉപയോഗിച്ച് നടത്തും. ഗ്ലോബൽ ഷിപ്പ് ബിൽഡിങ്ങിൽ ഇന്ത്യയുടെ ഷെയർ ഇപ്പോൾ വെറും 1% താഴെയാണ്. അത് വർദ്ധിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു IPOയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. അർബൻ കമ്പനി 1900 കോടിയുടെ IPOക്ക് DRHP സമർപ്പിച്ചിട്ടുണ്ട്. ഏപ്രിൽ 28-നാണ് ഇത് സമർപ്പിച്ചിട്ടുള്ളത്. IPOയിൽ 429 കോടിയുടെ ഫ്രഷ് ഇഷ്യൂവും 1471 കോടിയുടെ ഓഫർ ഫോർ സെയിലും ആയിരിക്കും. ഓഫർ ഫോർ സെയിൽ എന്താണെന്ന് അറിയാത്തവർക്ക്, അവരുടെ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഷെയറുകൾ വിൽക്കുന്നതിനാണ് ഓഫർ ഫോർ സെയിൽ നടന്നത്. IPO വഴി കിട്ടുന്ന ഫണ്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ടെക് ആൻഡ് ക്ലൗഡ് ഡെവലപ്മെൻറ്റ്, ഓഫീസ് ലീസ് ആൻഡ് മാർക്കറ്റിംഗ്, ജനറൽ കോർപ്പറേറ്റ് പർപ്പസ് തുടങ്ങിയവയ്ക്കാണ്. പിന്നെ ഓഫർ ഫോർ സെയിൽ വഴി കിട്ടുന്ന ഫണ്ട് സ്വാഭാവികമായിട്ടും അതിന് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും കിട്ടുന്നത്. ഇനി കമ്പനിയുടെ റവന്യൂ നോക്കുകയാണെങ്കിൽ 2024 അവരുടെ റവന്യൂ 40% വർദ്ധിച്ച് 846 കോടിയായിരുന്നു. പ്രോഫിറ്റും 242 കോടി ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഫുൾ സ്റ്റാക്ക് ഹോം ആൻഡ് ബ്യൂട്ടി സർവീസ് പ്ലാറ്റ്ഫോമാണിത്. ഇന്ത്യയിലെ ടോട്ടൽ 59 സിറ്റികളിൽ ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ UAE, സിംഗപ്പൂർ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലും ഇവർക്ക് പ്രസൻസ് ഉണ്ട്. നെക്സ്റ്റ് Paytm ഫസ്റ്റ് ഗെയിമുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ്. Paytmൻ്റെ ഒരു സബ്സിഡിയാണ് ഈ ഒരു കമ്പനി. ഇവർക്ക് GST നോട്ടീസ് വന്നിട്ടുണ്ട്. ഏകദേശം 5712 കോടിയുടെ GST നോട്ടീസാണ് വന്നിട്ടുള്ളത്. അതുകൂടാതെ അതിനൊന്നിച്ച് പെനൽറ്റിയും ഇൻട്രസ്റ്റും കൂടി ഉണ്ട്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഈ ഒരു പ്രശ്നം നിലനിൽക്കുകയാണ്. ഗെയിമിംഗ് കമ്പനീസ് സാധാരണയായിട്ട് അവരുടെ റവന്യൂ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഫീൻ്റെ മുകളിലാണ് 18% GST കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഗവൺമെൻറ് പറയുന്നത് ടോട്ടൽ എൻട്രി എമൗണ്ടിൻ്റെ 28% ആയിരിക്കണം GST എന്നാണ്. ഈ ഒരു കാൽക്കുലേഷനിൽ ഡിഫറൻസ് കാരണമാണ് ഈ ഒരു പെനൽറ്റി വരാൻ കാരണമായിട്ടുള്ളത്. പല ഗെയിമിംഗ് കമ്പനികൾക്കും കഴിഞ്ഞ വർഷമൊക്കെ ഈ ഒരു പെനൽറ്റി വന്നിരുന്നു. Dream11 ഒക്കെ പോലുള്ള ഒരു കമ്പനി തന്നെയാണ് ഇതും. അതുപോലുള്ള പല കമ്പനികൾക്കും കഴിഞ്ഞ വർഷം ഈ ഒരു ടാക്സ് നോട്ടീസ് വന്നിരുന്നു.
അടുത്തത് അലംബിക് ഫാർമയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അവർക്ക് അവരുടെ പൻലേവിലുള്ള ഓങ്കോളജി ഫോർമുലേഷൻ ഫെസിലിറ്റിക്ക് USFDAയുടെ EIR ലഭിച്ചിട്ടുണ്ട്. അതായത് USFDAയുടെ ഇൻസ്പെക്ഷൻ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അലംബിക് ഫാർമ റീസെൻ്റ് ആയിട്ട് മധ്യപ്രദേശിലെ പിതാംപൂരിൽ ഒരു പുതിയ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി കമ്മീഷൻ ചെയ്തിരുന്നു. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ചില കമ്പനികളുടെ Q4 റിസൾട്ടുകളാണ്. ആദ്യത്തേത് BPCLൻ്റെ ആണ്. BPCLൻ്റെ Q4 പ്രോഫിറ്റ് 3214 കോടിയായിട്ടുണ്ട്. EBITDA 7% വർദ്ധിച്ചിട്ടുണ്ട്. അത് 7765 കോടിയായിട്ടുണ്ട്. ഇനി ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റ് 31% കുറഞ്ഞിട്ടുണ്ട്. EBITDA ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 2.4% കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഷെയറിന് മുകളിൽ 5 രൂപയാണ്. ഇനി നമുക്ക് ബജാജ് ഫിനാൻസിൻ്റെ റിസൾട്ട് നോക്കാം. അവരുടെ Q4 പ്രോഫിറ്റ് 14.77% ഇയർ ഓൺ ഇയർ വർദ്ധിച്ച് 3940 കോടിയായിട്ടുണ്ട്. അവർ 12 രൂപ സ്പെഷ്യൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ ഈ വർഷം 44 രൂപയാണ് ഒരു ഷെയറിന് മുകളിൽ അവർ ഡിവിഡൻഡ് കൊടുത്തിട്ടുള്ളത്. ഇനി അവരുടെ റവന്യൂ 15,808 കോടിയായിട്ടുണ്ട്. അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 4.17 ലക്ഷം കോടിയായിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 22% വർദ്ധിച്ച് 9,807 കോടിയായിട്ടുണ്ട്. കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിരുന്നു. 1:2 എന്നുള്ള അനുപാതത്തിലായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ ബോണസ് ഇഷ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 4:1 എന്നുള്ള അനുപാതത്തിലായിരിക്കും അത് വരുന്നത്.